എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2024 ജൂണിൽ സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ച ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ്. 2024 ജൂണിൽ സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ച ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് സ്റ്റാർഷിപ്പ്. സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റാണ് 2024 ജൂണിൽ വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ്. 2024 ജൂണിൽ കേരള നിയമസഭ സെക്രട്ടറിയായി നിയമിതനായത്. 2024 ജൂണിൽ കേരള നിയമസഭ സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ എൻ കൃഷ്ണകുമാർ. ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് 2024 ജൂണിൽ കേരള നിയമസഭ സെക്രട്ടറിയായി നിയമിതനായത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത് ആനന്ദ് പട്വർദ്ധൻ. ആനന്ദ് പട്വർദ്ധനാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം കവചം. കവചമാണ് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി രാഖതി ബയോസ്ഫിയർ. ഉത്തരാഖണ്ഡിലെ രാജാജി രാഖതി ബയോസ്ഫിയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത്. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ്. കാസർഗോഡാണ് 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത്. 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള 2 പക്ഷി സങ്കേതങ്ങൾ. 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള 2 പക്ഷി സങ്കേതങ്ങൾ നാഗി നക്തി. നാഗി നക്തി എന്നീ പക്ഷി സങ്കേതങ്ങളാണ് 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള 2 പക്ഷി സങ്കേതങ്ങൾ. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത് അനാമിക ബി രാജീവ്. അനാമിക ബി രാജീവാണ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത്. ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം. ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെബിയാണ് ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം വിദ്യുത് രക്ഷക്. വിദ്യുത് രക്ഷകാണ് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം. 2024 UFC അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ സ്ട്രോവെയ്റ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം. 2024 UFC വനിതാ സ്ട്രോവെയ്റ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം പൂജ തോമർ. പൂജ തോമറാണ് 2024 UFC വനിതാ സ്ട്രോവെയ്റ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേൽക്കുന്നത്. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേൽക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേൽക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ ദ്വീപിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ ദ്വീപിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യം പനാമ. പനാമയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ ദ്വീപിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യമായി മാറിയത്. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ബാലകേരളം.
ബാലകേരളം പദ്ധതിയാണ് കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസിൽ കിരീട ജേതാക്കളായത്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസിൽ കിരീട ജേതാക്കളായത് കൊക്കോ ഗൗഫും കാറ്ററീന സിനിയക്കോവ. കൊക്കോ ഗൗഫും കാറ്ററീന സിനിയക്കോവയുമാണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ഡബിൾസിൽ കിരീട ജേതാക്കൾ. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് കാർലോസ് ആൽക്കാരസ്. സ്പെയിൻ താരമായ കാർലോസ് ആൽക്കരാസ് ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ഇഗ സ്വിടെക്. പോളണ്ടുകാരിയായ ഇഗ സ്വിടെക് ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ്. MMA മിക്സഡ് മാർഷൽ ആർട്സിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷൻ താരം. MMA പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം സാംഗ്രാം സിംഗ്. സാംഗ്രാം സിംഗ് ആണ് MMA പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം. ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം. ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ വികസന നൈപുണ്യ കേന്ദ്രം നിലവിൽ വരുന്നത്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ വികസന നൈപുണ്യ കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്. പാപ്പനംകോടാണ് സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ വികസന നൈപുണ്യ കേന്ദ്രം നിലവിൽ വരുന്നത്. രാജ്യത്ത് ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലം. രാജ്യത്ത് ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലം ചെതലയം. വയനാട്ടിലെ ചെതലയത്താണ് രാജ്യത്ത് ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലം. സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിച്ച പദ്ധതി. സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിച്ച പദ്ധതി കാവ, കമ്പാഷൻ ഫോർ എനിമൽസ് വെൽഫെയർ അസോസിയേഷൻ. കാവയാണ് സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിച്ച പദ്ധതി. മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണുക്കളെക്കുറിച്ചുള്ള പഠനത്തിന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിയുമായി കൈകോർക്കുന്ന ഇന്ത്യൻ ഗവേഷക സ്ഥാപനം. മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണുക്കളെക്കുറിച്ചുള്ള പഠനത്തിന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിയുമായി കൈകോർക്കുന്ന ഇന്ത്യൻ ഗവേഷക സ്ഥാപനം IIT മദ്രാസ്. IIT മദ്രാസാണ് മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണുക്കളെക്കുറിച്ചുള്ള പഠനത്തിന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിയുമായി കൈകോർക്കുന്ന ഇന്ത്യൻ ഗവേഷക സ്ഥാപനം. അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തപ്പെട്ട ഗർത്തങ്ങൾക്ക് നൽകിയ പേര്. അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തപ്പെട്ട ഗർത്തങ്ങൾക്ക് നൽകിയ പേര് ലാൽ മുർസാൻ ഹിൽസ. ലാൽ മുർസാൻ ഹിൽസ എന്നിവയാണ് അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തപ്പെട്ട ഗർത്തങ്ങൾക്ക് നൽകിയ പേര്. കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ല. കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ആലപ്പുഴ ജില്ലയിലായിരുന്നു. സംസ്ഥാന സർക്കാർ IBMുമായി സഹകരിച്ച് 2024 ജൂലൈയിൽ നടന്ന രാജ്യാന്തര കോൺക്ലേവ് വേദി. സംസ്ഥാന സർക്കാർ IBMുമായി സഹകരിച്ച് 2024 ജൂലൈയിൽ നടന്ന രാജ്യാന്തര കോൺക്ലേവ് വേദിയായിരുന്നത് കൊച്ചി. സംസ്ഥാന സർക്കാർ IBMുമായി സഹകരിച്ച് 2024 ജൂലൈയിൽ നടന്ന രാജ്യാന്തര കോൺക്ലേവ് വേദി കൊച്ചി. സംസ്ഥാനത്തെ ആദ്യ മിൽമ മിലി മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യ മിൽമ മിലി മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് പഴവങ്ങാടി. പഴവങ്ങാടിയിലാണ് സംസ്ഥാനത്തെ ആദ്യ മിൽമ മിലി മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ചെയർമാൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ചെയർമാൻ ജിതേന്ദ്ര സിംഗ്. ജിതേന്ദ്ര സിംഗ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ചെയർമാൻ.
2024 ജൂണിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളെ കോളനി എന്ന് വിളിക്കേണ്ടെന്ന ചരിത്രപരമായ ഉത്തരവിറക്കിയ മന്ത്രി. 2024 ജൂണിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളെ കോളനി എന്ന് വിളിക്കേണ്ടെന്ന ചരിത്രപരമായ ഉത്തരവിറക്കിയ മന്ത്രി കെ രാധാകൃഷ്ണൻ. കെ രാധാകൃഷ്ണനാണ് 2024 ജൂണിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളെ കോളനി എന്ന് വിളിക്കേണ്ട എന്ന ചരിത്രപരമായ ഉത്തരവിറക്കിയ മന്ത്രി. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6-ാം സ്ഥാനം. 1-ാം സ്ഥാനത്ത് റഷ്യയാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6-ആണ്. അണുബാധയേറ്റ് 48 മണിക്കൂറിനുള്ളിൽ ആളുകളുടെ നില മാരകമായേക്കാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രാജ്യം. അണുബാധയേറ്റ് 48 മണിക്കൂറിനുള്ളിൽ ആളുകളുടെ നില മാരകമായേക്കാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രാജ്യം ജപ്പാൻ. ജപ്പാനിലാണ് അണുബാധയേറ്റ് 48 മണിക്കൂറിനുള്ളിൽ ആളുകളുടെ നില മാരകമായേക്കാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത്. ഗാന്ധിജി ഉൾപ്പെടെ ഇന്ത്യാ ചരിത്രത്തിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ 15 നേതാക്കളുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് വളപ്പിലെ സ്ഥലം. ഗാന്ധിജി ഉൾപ്പെടെ ഇന്ത്യാ ചരിത്രത്തിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ 15 നേതാക്കളുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് വളപ്പിലെ സ്ഥലം പ്രേരണാസ്ഥൽ. പ്രേരണാസ്ഥലാണ് ഗാന്ധിജി ഉൾപ്പെടെ ഇന്ത്യാ ചരിത്രത്തിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ 15 നേതാക്കളുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് വളപ്പിലെ സ്ഥലം. ഇന്ത്യയിൽ ചീറ്റകളുടെ സംരക്ഷണത്തിനായി തിരഞ്ഞെടുത്ത 2ാമത്തെ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിൽ ചീറ്റകളുടെ സംരക്ഷണത്തിനായി തിരഞ്ഞെടുത്ത 2ാമത്തെ സംരക്ഷണ കേന്ദ്രം ഗാന്ധിസാഗർ. മധ്യപ്രദേശിലെ ഗാന്ധിസാഗറാണ് ഇന്ത്യയിൽ ചീറ്റകളുടെ സംരക്ഷണത്തിനായി തിരഞ്ഞെടുത്ത 2ാമത്തെ സംരക്ഷണ കേന്ദ്രം. 15-ാം കേരള നിയമസഭയിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി 2024 ജൂണിൽ ചുമതലയേറ്റത്. 15-ാം കേരള നിയമസഭയിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി 2024 ജൂണിൽ ചുമതലയേറ്റത് OR കേളു. മാനന്തവാടി MLA ആയ OR കേളുവാണ് 15-ാം കേരള നിയമസഭയിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി 2024 ജൂണിൽ ചുമതലയേറ്റത്. 2024 ജൂണിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 2024 ജൂണിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ. എസ് മണികുമാറാണ് 2024 ജൂണിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്. അദ്ദേഹം കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസാണ്. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് 2024 വേദിയായിരുന്നത്. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദിയായിരുന്നത് USA ആയിരുന്നു. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദിയായിരുന്നത്. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ അർജന്റീന. അർജന്റീന പരാജയപ്പെടുത്തിയത് കൊളംബിയയായിരുന്നു. അർജന്റീനയാണ് 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ. 2024 ജൂണിലെ OAG റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ 3ാമത്തെ വലിയ ആഭ്യന്തര എയർലൈൻ മാർക്കറ്റ്. 2024 ജൂണിലെ OAG റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ 3ാമത്തെ വലിയ ആഭ്യന്തര എയർലൈൻ മാർക്കറ്റ് ഇന്ത്യ. 1ാമത് അമേരിക്കയാണ്. ഇന്ത്യയാണ് 2024 ജൂണിലെ OAG റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ 3ാമത്തെ വലിയ ആഭ്യന്തര എയർലൈൻ മാർക്കറ്റ്. 18ാം ലോക്സഭയിൽ പ്രോടേം സ്പീക്കറായി നിയമിതനായത്. 18ാം ലോക്സഭയിൽ പ്രോടേം സ്പീക്കറായി നിയമിതനായത് ഭർതൃഹരി മഹ്താബ്. ഭർതൃഹരി മഹ്താബാണ് 18ാം ലോക്സഭയിൽ പ്രോടേം സ്പീക്കറായി നിയമിതനായത്. ഗംഗാ നദിയുടെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഫ്ലോ ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചത്.
ഗംഗാനദിയുടെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഫ്ലോ ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ് ഗംഗാനദിയുടെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഫ്ലോ ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചത്. ഏത് ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ചൊവ്വയിൽ പുതിയതായി കണ്ടെത്തിയ ഗർത്തത്തിൽ നൽകിയത്? ഏത് ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ചൊവ്വയിൽ പുതിയതായി കണ്ടെത്തിയ ഗർത്തത്തിന് നൽകിയത്? ദേവേന്ദ്രലാൽ. ദേവേന്ദ്രലാൽ എന്ന ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ചൊവ്വയിൽ പുതിയതായി കണ്ടെത്തിയ ഗർത്തത്തിന് നൽകിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി KG പൗലോസ്. KG പൗലോസ് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത്. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുക്കാട്. ഗോപിനാഥ് മുതുക്കാടാണ് ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത്. ആഗോള സമാധാന സൂചിക 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. 2024 ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡാണ്. ഇന്ത്യ 116 സ്ഥാനത്താണ്. ഐസ്ലൻഡാണ് 2024 ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ തരംഗ് ശക്തി 2024 ആദ്യ പതിപ്പിൻ്റെ വേദി. ബഹുരാഷ്ട്ര സൈനികാഭ്യാസം തരംഗ് ശക്തി 2024 ആദ്യ പതിപ്പിൻ്റെ വേദി ഇന്ത്യ. ഇന്ത്യയാണ് ബഹുരാഷ്ട്ര സൈനികാഭ്യാസം തരംഗ് ശക്തി 2024 ആദ്യ പതിപ്പിൻ്റെ വേദി. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. രഞ്ജുമോൾ മോഹനാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ഉണ്ണി അമ്മയമ്പലം. ഉണ്ണി അമ്മയമ്പലമാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാര ജേതാവ്. തദ്ദേശ വകുപ്പിൻ്റെ K-സ്മാർട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകുന്ന ആപ്ലിക്കേഷൻ. തദ്ദേശ വകുപ്പിൻ്റെ K-സ്മാർട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകുന്ന ആപ്ലിക്കേഷൻ ഹരിതമിത്രം. ഹരിതമിത്രം ആപ്ലിക്കേഷനാണ് തദ്ദേശ വകുപ്പിൻ്റെ K-സ്മാർട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകുന്ന ആപ്ലിക്കേഷൻ. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയം, ഭുജ്, ഗുജറാത്ത്. ഗുജറാത്തിലെ ഭുജിലുള്ള സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയമാണ് യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.